നമസ്കാരം പ്രിയമുള്ളവരെ, എല്ലാവർക്കും സ്വാഗതം. ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക്. ഓണത്തിന് മുൻപായി ഓരോ കുടുംബത്തിനും ലഭിക്കുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. ഏകദേശം 5ഓളം സഹായങ്ങളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ആർക്കൊക്കെയാണ് ഈ ഒരു തുകയും ആനുകൂല്യങ്ങളും ഒക്കെ ലഭിക്കുക എന്നുള്ള മുഴുവൻ വിശദാംശങ്ങളും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ മുഴുവനായി കാണുക. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി ഓരോ കുടുംബത്തിനും ലഭിക്കുന്ന സഹായം. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികൾക്ക് ഇത്തവണ ഉത്സവ ഭത്തയായി 1000 രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനായി 56.91 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. കഴിഞ്ഞ സാമ്പത്തിക വർഷം 100 പ്രവൃത്തി ദിനം പൂർത്തിയാക്കിയ 5.69 ലക്ഷം തൊഴിലാളികൾക്കാണ് ഉത്സവ ഭത്ത അനുവദിച്ചിരിക്കുന്നത്. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്കും ഓണത്തോടനുബന്ധിച്ച് 1000 രൂപ വീതം ഉത്സവ ഭത്ത അനുവദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 100 ദിവസമെങ്കിലും തൊഴിലെടുത്ത 5929 തൊഴിലാളികൾക്ക് ഈ ഒരു ഉത്സവ ഭത്തയായി 1000 രൂപ ലഭിക്കും. ഇനി അടുത്തതായി ഒരു ഓണത്തിന് മുൻപായി സഹായം ലഭിക്കുന്നത് ആശ്വാസ കിരണം പദ്ധതിക്ക് ഇപ്പോൾ സഹായധനം അനുവദിച്ചിരിക്കുകയാണ്. ഓണം ക്ഷേമകരമാക്കാൻ സാമൂഹ്യനീതി വകുപ്പാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചതായി അറിയിച്ചിരിക്കുന്നത്. വിവിധ പദ്ധതികളിലൂടെ ധനസഹായം അനുവദിച്ചതായി ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പാക്കി വരുന്ന ആശ്വാസ കിരണം പദ്ധതി പ്രകാരം അനുവദിച്ച 10 കോടി രൂപ വിനിയോഗിച്ച് അർഹരായിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് 5 മാസത്തെ ധനസഹായം ലഭിക്കും. ആശ്വാസ കിരണം പദ്ധതിയിൽ ലൈഫ് സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക് എന്നിവ ലഭ്യമാക്കിയ അർഹരായിട്ടുള്ള 26,765 പേർക്കാണ് 5 മാസത്തെ ധനസഹായം ലഭിക്കുക. അർഹരായിട്ടുള്ള ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ട് മുഖേന ഈ ഒരു ധനസഹായം വിതരണം ആരംഭിച്ചിട്ടുണ്ട്. മുഴുവൻ സമയ പരിചാരകന്റെ സേവനം ആവശ്യമായ വിധം കിടപ്പിലായ രോഗികളെയും മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്നവരെയും ഗുരുതര രോഗങ്ങളുള്ളവരെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണ് ആശ്വാസ കിരണം പദ്ധതി. മറ്റൊരു സഹായം ലഭിക്കാൻ പോകുന്നത് എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പുനരധിവാസത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സ്നേഹസ്വാതന്ത്ര്യം പദ്ധതി പ്രകാരം 1200, 1700, 2200 രൂപ നിരക്കിൽ പ്രതിമാസ ധനസഹായം നൽകി വരുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ഭിന്നശേഷി പെൻഷൻ ലഭിക്കുന്നവർക്ക് 1700 രൂപയും ഭിന്നശേഷി പെൻഷൻ ലഭിക്കാത്തവർക്ക് 2200 രൂപയും ധനസഹായം ലഭിക്കും. ഇനി മൂന്നാമതായി ലഭിക്കുന്ന സഹായം എന്ന് പറയുന്നത് കുടുംബശ്രീയിൽ അംഗമായിട്ടുള്ള ഹരിതകർമ്മ സേന അംഗങ്ങൾക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ്. ഇത്തവണ ഓണത്തിന് ഇരട്ടി സന്തോഷമായി കുടുംബശ്രീ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഓണം ഉത്സവ ഭത്ത അനുവദിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്ത് കുടുംബശ്രീയുടെ കീഴിലുള്ള 34,627 ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് 1000 രൂപ വീതം ലഭിക്കും. തദ്ദേശ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ടിൽ നിന്നും 1000 രൂപ വീതം അനുവദിക്കുന്നതിന് കോർപ്പറേഷനുകൾ, മുനിസിപ്പാലിറ്റികൾ, ഗ്രാമപഞ്ചായത്തുകൾ എന്നിവർക്ക് അനുമതി നൽകി സർക്കാർ ഉത്തരവും ഇറക്കി കഴിഞ്ഞു. അടുത്തതായി ഓണത്തിന് മുൻപായി ലഭിക്കുന്നത് 2 മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനാണ്. ഇതിൽ 1 മാസത്തെ കുടിശ്ശിക ചേർത്താണ് 3200 രൂപ ഇത്തവണ ഓണത്തിന് മുൻപായുള്ള വിതരണം നടക്കുന്നത്. 2 മാസത്തെ വിതരണം ചെയ്യുന്നതിന് വേണ്ടി 1700 കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാലും അറിയിച്ചു. 62 ലക്ഷത്തോളം പേർക്കാണ് ഓണത്തിന് 3200 രൂപ വീതം ലഭിക്കുന്നത്. നിലവിൽ വിതരണം തുടരുന്ന ഒരു ഗഡുവിന് പുറമെയാണ് 2 ഗഡു അനുവദിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ 26.62 ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ ഈ ഒരു തുക എത്തിച്ചേരും. മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീടുകളിലെത്തിയും ഈ ഒരു പെൻഷൻ കൈമാറും. അനുവദിക്കുന്ന 2 ഗഡുവിൽ ഒരെണ്ണം കുടിശ്ശികയാണ്. അതേസമയം ഓണം പ്രമാണിച്ച് സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും 4000 രൂപ ബോണസ് ലഭിക്കും. ബോണസിന് അർഹതയില്ലാത്തവർക്ക് പ്രത്യേക ഉത്സവ ഭത്തയായി 2750 രൂപയും നൽകുമെന്നും ധനകാര്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. സർവീസ് പെൻഷൻകാർക്കും പ്രത്യേക ഉത്സവ ഭത്തയായി 1000 രൂപ അനുവദിച്ചു കഴിഞ്ഞു. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ജീവനക്കാർക്കും ഓണം അഡ്വാൻസ് ആയി 20,000 രൂപ ലഭിക്കും. പാർട്ട് ടൈം കണ്ടിൻജന്റ് ഉൾപ്പെടെയുള്ള മറ്റു ജീവനക്കാർക്ക് 6000 രൂപയാണ് അഡ്വാൻസ് തുകയായി ലഭിക്കുക. എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട, എല്ലാവർക്കും തന്നെ വളരെ സന്തോഷകരമായിട്ടുള്ള അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. ഓണത്തിന് മുൻപായി 5ഓളം സഹായങ്ങളാണ് ലഭിക്കുക. അപ്പോൾ ഇത്രയും സഹായങ്ങൾ ഓരോ കുടുംബങ്ങൾക്കും ലഭിക്കും. ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും നിങ്ങളെല്ലാവരും ഷെയർ ചെയ്തെത്തിക്കണം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക.